നിർത്തിയില്ലായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. 12ലേക്ക് കടന്നപ്പോഴാണ് ഉസ്താദ് നിർത്തിയത്. അത് ഓർമ്മയില്ല. 12ാമത്തെ പാഠം. ഇനി പഠിക്കണത് ലർഫ് സമാന്, ലർഫ് മക്കാന്. ലർഫ് സമാന് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ഏതൊരു കാലത്താണോ സംഭവിച്ചത് അതിനാണ് എന്ത് എന്ന് പറയുന്നത്? ലർഫ് സമാൻ. ലർഫ് മക്കാന് പറഞ്ഞാൽ എന്താ? ഏതൊരു സ്ഥലത്ത് വെച്ചാണ് പ്രവൃത്തി സംഭവിക്കുന്നതെങ്കിൽ അതിനാണ് എന്തെന്ന് പറയുന്നത്? ലർഫ് മക്കാൻ എന്ന് പറയുന്നത്. ആ ലർഫ് മക്കാൻ അധിക സ്ഥലത്തും മഫ്ഊൽ ഫീഹി ആയിട്ടാണ് വരിക. അധിക സ്ഥലത്തും ലർഫ് എന്തേക്കാരാ? മഫ്ഊൽ ഫീഹി. നമ്മൾ പഠിച്ചിക്കണേ, തക്വീമുൽ ലിസാൻ പറഞ്ഞിട്ടുണ്ട്. മഫ്ഊൽ ഫീഹി ലർഫ് സമാനും ആകാ, അശറ. 12ാമത്തെ പാഠം. അൽ മുദരിസു ഉറഹിബു ബിക്കും, ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫിൽ യൗമിൽ അവ്വലി, മുറിഞ്ഞു പോകുന്നുണ്ടല്ലോ കേൾക്കണില്ലേ? മുറിഞ്ഞു പോകുന്നുണ്ട്. എനിക്കാണോ പ്രശ്നം അറിയില്ല, എല്ലാവർക്കും അങ്ങനെയാണോ? എല്ലാവർക്കും മുറിഞ്ഞിട്ടാ വരുന്നേ? ആരും ഒന്നും മുണ്ടണില്ലല്ലോ. ബുഷൈറെ കേൾക്കണുണ്ടോ പറയണേ? കേക്കുണ്ട്. മുറിഞ്ഞു വരുന്നുണ്ടോ? അതെന്താണ്? ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഓക്കെയാണ്. അപ്പൊ ശരിയാവും. ഇക്കാരം ശബ്ദം കേൾക്കണില്ലെങ്കിൽ ആരെങ്കിലും പറയണം കേൾക്കണില്ല എന്നിട്ടോ. വെറുതെ തൊള്ളൊച്ചിരിക്കണ്ട ആരും. കേൾക്കണില്ലെങ്കിൽ കേൾക്കണില്ല എന്ന് പറയണം. അപ്പൊ എന്താ അധ്യാപകൻ പറയണത്? അൽ മുദരിസു, അധ്യാപകൻ. ഉറഹിബു, ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഏതാ ഫീല്? മാളി ഏതാണ്? റഹബ. റഹബ യുറഹിബു, തുറഹിബു, ഉറഹിബു. പറയുമ്പോ എന്തൊക്കെ ഉണ്ടായില്ലേ? ആരെയാണ് സ്വാഗതം ചെയ്യണത്? ബിക്കും, നിങ്ങളെ. ഫിൽ യൗമിൽ അവ്വലി, ഒന്നാമത്തെ ദിവസത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എങ്ങനത്തെ ഒന്നാമത്തെ ദിവസം? മിനൽ പറഞ്ഞ പുതിയ വർഷത്തിൽ. പുതിയ വർഷത്തിൽ നിന്നുള്ള ആദ്യ ദിവസത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എന്താ അർത്ഥം? ഒന്നാമത്തെ ദിവസത്തിൽ ഞാൻ മതാ വസൽത്തും, എപ്പോഴാണ് നിങ്ങൾ എത്തിയത്? ഏത് സമയത്താണ് നിങ്ങൾ എത്തിയത്? മിൻ ബിലാദിക്കും, എന്തിൽ നിന്ന്? നിങ്ങളുടെ നാടുകളിൽ നിന്ന് എപ്പോഴാണ് നിങ്ങൾ എത്തിയത്? മതാ വസൽത്തും, ഏത് സമയത്താണ് നിങ്ങൾ എത്തിയത്? മിൻ ബിലാദിക്കും, നിങ്ങളുടെ നാടുകളിൽ നിന്ന് എപ്പോഴാണ് നിങ്ങൾ എത്തിയത്? അവിടെ ഒരു ലർഫ് വന്നു. ഏതാണ് ആ ലർഫ് അറിയോ? ഏതാ ലർഫ്?
പറഞ്ഞോളിയും. മത്താ മത്താ ഉറപ്പാണ്. മത്ത എന്നുള്ളത് എന്താണ്? മത്താൻ എന്താ? ഏത് സമയത്താണ് വസൽത്തും നിങ്ങൾ എത്തിയത് മിംബിലാദിക്കും നിങ്ങളുടെ നാടുകളിൽ നിന്ന്. ലർഫ് സമാനാണ് ഏത്? മത്താ. ലർഫ് സമാൻ മഫ്ഊലു ഫീഹി മുഖദ്ദമാണ്. ലർഫ് സമാൻ മഫ്ഊലു ഫീഹി മുഖദ്ദം. ഏതിന്റെ മഫ്ഊലു ഫീഹി ആണ്? വസൽത്തും. വസൽത്തും എന്നുള്ളതിന്റെ മഫ്ഊല് മുഖദ്ദം ഫീഹി ആണ് ഏത്? മത്ത എന്നുള്ളത്. അപ്പൊ മത്ത അവിടെയൊക്കെ വരട്ട് കൊടുക്കുക. മത്ത എന്നുള്ളത് ലർഫു സമാൻ ഫീ മഹല്ലി നസ്ബിൻ. എന്താ ഫീ മഹല്ലി നസ്ബിൻ തന്നെ? മഫ്ഊലിന്റെ സ്ഥാനത്താണ്. ബലദിന്റെ ജമ്മാണ് ഏത്? ബിലാദ്. അപ്പോ അഹ്മദു. അപ്പൊ മറുപടി പറയുന്നത് അഹമ്മദാണ്. ഉസ്താദെ വസൽന ഞങ്ങൾ എത്തി, ഖബില ഉസുബൂഇൻ ഒരാഴ്ചന്റെ മുമ്പ് തന്നെ ഞങ്ങൾ എത്തിക്കണേ. വസൽന ഞങ്ങൾ എത്തി, ഖബില ഉസുബൂഇൻ ഒരാഴ്ചയുടെ മുമ്പ് ഞങ്ങൾ എത്തി. ഒരാഴ്ച മുമ്പ് സമയത്ത് തന്നെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അവിടെയുണ്ട് ഒരു ലർഫ്. ഏതാറിയോ? കബില. നമ്മള് കബലിന്റെ തർക്കീബ് തന്നെ പറയലെന്താ? ലർഫ് മുദാഫ്. അപ്പോ കബില പിന്നെ ഒരാഴ്ച സമയത്തിന്റെ മുമ്പ് പറയുമ്പോ ലർഫ് സമാന ലർഫ് മക്കാന? സമാന. അപ്പൊ കബില് ബഅദ് പിന്നെ ഫൗക്ക് തഹത്ത് ഇവകളൊക്കെ ഏതാണ്? ലർഫ് സമാനൈക്കാരം. ഏതല്ല? ലർഫ് മക്കാനല്ല. പിന്നെ ഏതൈക്കാരം? സമാന്. ഏതൊക്കെ? ഖബിലു ബഅദ് തഹത്ത് ഫൗക്ക് തഹത്ത് യമീന് പിന്നെ യമീന് അമാമ് ഷിമാല്. ഇതൊക്കെ ലർഫ് സമാനാണ്. കാലട്ടാണല്ലോ അറിയിക്കണത്. ഒരാഴ്ച മുമ്പ് സമയത്ത് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? എത്തിയിട്ടുണ്ട്. അപ്പൊ അൽ ഹുസൈനു. അപ്പൊ ഹുസൈന് മറുപടി പറയാണ് അമ്മ അന അപ്പോൾ ഞാൻ, ഫവസൽതു ഞാൻ എത്തി, അംസി ഇന്നലെ. എല്ലാരും ഒരാഴ്ച മുമ്പ് വന്നിക്കണേ. പക്ഷെ ഞാൻ എപ്പോഴാ വന്നത്? അമ്മ അന അപ്പോൾ ഞാൻ, ഫവസൽതു ഞാൻ എത്തി, അംസി ഇന്നലെ. ലർഫുണ്ട്. ഏതാ ലർഫ്? അംസി. ലർഫാണത്. കസറിന്റെ മേൽ മബിനിയാണ്. എന്നും ഖിയാമത്ത് 1-ാം തീയതി വരെ എന്താ ഞാൻ പറയാ? അംസി എന്നാ പറയാ. അമ്മ അന അപ്പോൾ ഞാൻ, കണ്ടോ? എന്താ അമ്മന്റെ തർക്കീബ്? തഫ്സീല്. കറക്റ്റ്. അമ്മക്ക് തഫ്സീൽ എന്നാ പറയാ, വിശദീകരിക്ക. അതിന്റെ ജവാബിൽ എപ്പോഴും ഏതുണ്ടാകും? ഫ ഉണ്ടാവും. അമ്മന്റെ ജവാബാണ് ഏത്? ഫവസൽതു. അപ്പൊ അലി പറയാണേ അന വസൽതു യൗമസ്സുലാസാഇ. അന ഞാന്, വസൽതു ഞാൻ എത്തി, യൗമസ്സുലാസാഇ ചൊവ്വാഴ്ച ദിവസത്തിൽ. തുലാസാനേതാ? ചൊവ്വാഴ്ച. അപ്പൊ ഞാൻ എന്ന് വന്നിക്കണേ? ചൊവ്വാഴ്ച വന്നിക്കണേ ഞാൻ.
ഞാന് വസൽത്തു ഞാൻ എത്തി യൗമത്തുലാത്തായി ചൊവ്വാഴ്ച ദിവസത്തിൽ. ഏതാ യൗമ. മുറിഞ്ഞു പോകുന്നുണ്ട്. മുറിഞ്ഞു പോകുന്നുണ്ടല്ലേ? എല്ലാവർക്കും മുറിഞ്ഞു പോകണുണ്ടോ? എനിക്കുണ്ട്, മുറിയുന്നുണ്ട്, സൗണ്ട് ബ്രേക്ക് ആകുന്നുണ്ട്. ഇതൊന്ന് കട്ടാക്കി ഓഫാക്കി ഒന്ന് ഓണാക്കട്ടെ കേട്ടോ. ഓക്കെ. ആരെങ്കിലും അത് കണ്ടറിയുന്നുവെങ്കിൽ അതിന്റെ ഗുണം അവന്റെ നഫ്സിന് തന്നെയാണ്. ആരെങ്കിലും അതിനോട് അന്ധത നടിക്കുകയാണെങ്കിൽ, അതിനെ തള്ളിക്കളയുകയാണെങ്കിൽ അതിന്റെ ദോഷവും അവന് തന്നെയാണ്. ഖുർആൻ പറഞ്ഞാണ് ഈ ദോഷങ്ങളൊക്കെ അതുകൊണ്ട് പിന്നെ പറയാണ് പറയാണ് 20-ാം അധ്യായം എന്താണ്? ആര് അവഗണിച്ചുവോ, ആര് അള്ളാഹുവിന്റെ ദിക്റിന്, അതായത് അള്ളാഹുവിന്റെ ഈ കിതാബിന് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗദർശനത്തെ ആര് അവഗണിച്ചുവോ അപ്പോൾ നിശ്ചയമായും അവനുണ്ട് അവന്റെ ജീവിതം ഇടുങ്ങിയതാണ്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ പറയണേ? ക്ലിയർ ആണ്. അതെന്താ നമ്മള് പറഞ്ഞേ? ആരാണ് പറയണത്? അരി പറയാണ്. സൗണ്ട് കുറവാ. സൗണ്ട് കുറവാ? അല്ല, സൗണ്ട് ഉണ്ടല്ലോ. നല്ല സൗണ്ട്, ക്ലിയർ ആണ്. ഇതിൽ ഫുള്ള് സൗണ്ടാ. നിങ്ങളെ വോളിയം കുറച്ച് വെച്ച് നോക്കിയാൽ മതി. സൗണ്ട് ക്ലിയർ ആണ്. വെച്ചിട്ടുണ്ടാവും. അപ്പൊ അലി എന്താണ് പറയണത്? ഞാന് വസൽത്തു ഞാൻ എത്തിയിട്ടുണ്ട് യൗമസുലാസായി ചൊവ്വാഴ്ച ദിവസം. എന്നിട്ടോ വദഹബതു ഞാൻ പോയി ഇലാ മക്കത്ത മക്കയിലേക്ക് പോയി ലി അദാഇൽ ഉംറതി ഉംറ നിർവഹിക്കാൻ വേണ്ടി. എന്നിട്ട് ബഖീതു ഞാൻ താമസിച്ചു ഹുനാക അവിടെ സലാസത അയ്യാമിൻ 3 ദിവസം. വറജഅതു ഞാൻ മടങ്ങി വന്നു അൽ ബാരിഹ ഇന്നലെയാണ് ഞാൻ മടങ്ങി വന്നത്. മനസ്സിലായ? ഞാൻ പറയണ ക്ലിയർ ഉണ്ടോ? ക്ലിയർ ആണ്. അതാണ് വസൽത്തു ഞാൻ എത്തി യൗമസുലാസ ചൊവ്വാഴ്ച ദിവസത്തിൽ.
ഏതാ ലർഫ് അവിടെ? യൗമ. യൗമ് ലർഫു ആണ്. മഫ്ഊലു ഫീഹി ആണ്. ആരാ മഫ്ഊലു ഫീഹ? ആരാ മഫ്ഊലു ഫീഹി ആണ്? വസൽത്തു. വസൽതു ഫീല് ഫായില് ലർഫ് മുദാഫ് മഫ്ഊലു ഫീഹി അസ്സുലാസ മുദാഫുൻ ഇലൈഹി. അപ്പൊ ഞാൻ ചൊവ്വാഴ്ച വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്ത് കാട്ടി? വദഹബതു ഞാൻ പോയി, ഇലാ മക്കത്ത മക്കയിലേക്ക് പോയി, ലി അദാഇൽ ഉംറത്തി ഉംറ നിർവഹിക്കാൻ വേണ്ടി. ഇലാ മക്കത്ത എവിടെ ചെറ്? ഖൈറു മുൻസരിഫ. ബിൽ കസ്റത്തിയാണ് കേട്ടോ. എന്നിട്ടോ വ ബഖീതു, ബഖ എന്ന് പറഞ്ഞാൽ താമസിച്ചു. വ ബഖീതു ഞാൻ താമസിച്ചു, ഹുനാക അവിടെ, സലാസത അയ്യാമിൻ 3 ദിവസങ്ങളോളം ഞാൻ താമസിച്ചു. 3 ദിവസം. അവിടെയുള്ള ലർഫുണ്ട്. ഏതാ? ഹുനാക. ഹുനാക്കൊരു ലർഫ്, വേറൊരു ലർഫും കൂടി ഉണ്ട്. അയ്യാമി. അയ്യാമ് ദിവസങ്ങൾ, അതൊരു ലർഫ്. പിന്നെ ഏതും ലർഫ് തന്നെയാണ്. സലാസത്തും ഏതന്നെയാണ്? വബഖീതു ഞാൻ താമസിച്ചു, ഫീല് ഫായില്. ഹുനാക ലർഫ്, ലർഫ് മക്കാനാണ്. ഹുനാക്കാൻ എന്താ? മക്കാനാണ്. ഞാൻ അവിടെ താമസിച്ചു. സലാസത അയ്യാമിൻ 3 ദിവസത്തോളം. ആ ബഖീതു എന്നുള്ളതിന്റെ മഫൂല് ഫീ ആണേത്? സലാസത. മഫൂല് ഫീഹി മൻസൂബ് മുദാഫ്, അയ്യാമിൻ മുദാഫുൻ ഇലൈഹി. മനസ്സിലായ? പറഞ്ഞേ തിരിഞ്ഞോ? ഹുനാക എന്ന് പറയുന്നത് ദർഫ് മക്കാൻ. എന്ന് പറയുന്നത് ദർഫാണ്. സലാസത്ത് അറിയുന്നതും ദർഫാണ്. സലാസത്താന്നാ വായിക്കേണ്ടത്. എന്തുകൊണ്ടാ സലാസത്ത വായിക്കണേ? ബഖീതു എന്നുള്ളതിന്റെ ഏതാണ്? മഫ്ഊലു ഫീഹി. കണ്ട, യൗമ അയ്യാമ് മുദക്കറായ പദം ഏതായി? വറജഅതു ഞാൻ മടങ്ങി വന്നു, അൽ ബാരിഹത്ത ഇന്നലെ. അതും ദർഫാണ്. മുമ്പിൽ വന്നാൽ അത് മഫ്ഊലു ഫീഹി തന്നെ. അൽ ബാരിഹത്ത മഫ്ഊലു ഫീഹി. പിന്നെ ഞാൻ അലിഫ് ലാം ഉള്ളതുകൊണ്ട് ഏതായി വരൂല? ായിട്ട് അൻ അജിലിസ ഞാൻ ഇരിക്കാൻ. നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാൻ നിങ്ങൾ എനിക്ക് അനുവാദം നൽകൂ. എന്തുകൊണ്ട്? ഇന്നൽ ഹാദൽ മഖഅദ തീർച്ചയായിട്ടും ഈ ബെഞ്ച്, ഈ ഇരിപ്പിടം, ഖാലി ഖാലി എന്ന് പറഞ്ഞാൽ ഒഴിവായതാണ്. എന്തുകൊണ്ട്? സ്വാഹിബിന്റെ ആള്
തുവിയ കൈതുഹു അവന്റെ പേരെന്ത് ചെയ്തു വെട്ടിയിട്ടുണ്ട്. അൽ ആമൽ മാലിയ ഏത് വർഷം? കഴിഞ്ഞ വർഷം. കഴിഞ്ഞ പേര്, അതായത് ഓൻ പഠനം പൂർത്തിയാക്കി എന്ത് ചെയ്തിക്കണെന്നാ പോയിക്കണെന്നാ. ഇന്ന സ്വാഹിബഹു എന്താ അർത്ഥം? യാ ഉസ്താദു ഉസ്താദെ അതസ്മഹുലി എന്താ അർത്ഥം? നിങ്ങൾ എനിക്ക് അനുവാദം അൻ അജ്ലിസ ഞാൻ എന്താക്കാൻ ഇരിക്കാൻ എവിടെ അമാമക്ക ഇരിക്കാൻ അങ്ങയുടെ മുമ്പിൽ. എന്തുകൊണ്ട് ഈ ബെഞ്ച് അല്ലെങ്കിൽ ഈ ഇരിപ്പിടം ഖാലിൻ അതെന്തായതാണ്? ഒഴിവായതാണ്. ഒഴിവായി യഖ്ലു ഒഴിവാകും ഖാലിൻ ഒഴിവായത്. അപ്പൊ എന്തേക്കാരം അത്? ഖാലിൻ എന്നുള്ളത് എന്തേക്കാരം? ഇസ്മു ഫായിൽ ഇസ്മു ഫായിലാണ്. അലാ യഖ്ലു ഖാലിന്നുണ്ടാവും അവിടെ. അവിടെ എങ്ങനെ ഉണ്ടാവും? അങ്ങടെ ഇതിനെ കളഞ്ഞതാണ്. കളഞ്ഞിട്ട് തൻവീനും എന്താക്കിയതാണ്? നിർത്തിയതാണ്. അല്ലാതെ പിന്നെ മങ്കൂസായിട്ട് കളഞ്ഞു എന്നല്ല കേട്ടോ. ഖാലി എന്നുള്ളടത്ത് ഒറിജിനല് ഖാലി എന്നുണ്ടാവും. എന്നിട്ട് യായിനെ കളഞ്ഞിട്ട് എന്തുമ്പോ നിർത്തിയേക്കാണ്? തൻവീനുമേ എന്താക്കിയേക്കാണ്? നിർത്തിയേക്കാണ്. അപ്പൊ ഇന്ന ഹാദൽ മക്കാദ ഈ ബെഞ്ച് ഖാലിൻ ഈ ബെഞ്ച് എന്ത് ചെയ്തതാണ്? ഒഴിവായതാണ്. ഈ ഖാലിൻ എന്നുള്ളതിന്റെ തർക്കീബ് എന്താണ് അറിയാം? അവിടെ ഖബറാണ്. ആ ഖബറിന് എവിടെയാണ്? ഖബറിന് റഫാണ് അവിടെ വേണ്ടിയത്. അതേപോലെയാണ് മുഖദ്ദറത്താണ്. എന്താ കാരണം? അത് മങ്കൂസനെ കൊണ്ട് മങ്കൂസയാണ്. ആ ഒരു മറുപടി മതി. മങ്കൂസയാണ്. ഖാലിൻ അത് ഒഴിവായതാണ്. എന്തുകൊണ്ട്? ഫഇന്ന സ്വാഹിബഹു തീർച്ചയായിട്ടും അവന്റെ കൂട്ടുകാരൻ തുവിയ കൈതുഹു അവന്റെ പേര് വെട്ടിയിട്ടുണ്ട്. തുവിയനെ ചുരുട്ടപ്പെട്ടു എന്നാ. ത്വവ എന്ന് പറഞ്ഞാൽ ചുരുട്ടി. തുവിയ എന്ന് പറഞ്ഞാലോ ചുരുട്ടപ്പെട്ടു. അപ്പൊ എന്ത് ഫീലാ? മജ്ഹൂലാണ്. അവന്റെ പേര് ചുരുട്ടപ്പെട്ടു. എപ്പോ? അൽ ആമൽ മാലിയ കഴിഞ്ഞ വർഷത്തിൽ. കഴിഞ്ഞ വർഷത്തിൽ അവന്റെ പേരെന്താണ്? വെട്ടിക്കണേ. ഇന്ന സാഹിബഹു തീർച്ചയായിട്ടും അവന്റെ കൂട്ടുകാരൻ. ഏതാ ഇരിപ്പിടത്തിന്റെ ആളെ ഇവിടെ പറഞ്ഞില്ല. ഇന്ന ആദൽ മക്കാദ ഖാലിൻ ഈ സീറ്റ് എന്ത് ചെയ്തതാണ്? ഒഴിവാണ്. ആളിൽ എന്തുകൊണ്ട്? ഇന്ന സ്വാഹിബഹു ഇരിപ്പിട കൂട്ടുകാരൻ. അപ്പൊ എന്താണ് ഇരിപ്പിടത്തിന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇരുന്നീനാള്. തുവിയ കൈതുഹു അവന്റെ പേര് വെട്ടപ്പെട്ടിട്ടുണ്ട്. അവന്റെ പേരെന്തിട്ടുണ്ട്? വെട്ടപ്പെട്ടു. അൽ ആമൽ മാലിയ ഏത് വർഷം? കഴിഞ്ഞ വർഷം. കഴിഞ്ഞ വർഷത്തിൽ. അപ്പൊ അവിടെ ഒരു ലർഫ് വന്നു. ഏതാ ലർഫ്? ലർഫ് സമാനാണ്. മാലിയ എന്നുള്ളത് എന്തുവാണ്? നേരത്താണ്. ശരി. തുവിയ ഫിഉലുൻ യുസമ്മ ഫാഇൽ. കൈദു
നായിബ് ഫായിൽ മുലാഫ് മുലാഫ് ഹു മുലാഫിനിലെ മുലാഫ് ഇലൈഹി അൽ ആമ ലർഫ് മഫ്ഊൽ ഫീഹി. അതാണ് അതിന്റെ തർക്കീബ്. ലർഫ് മഫ്ഊൽ ഫീഹി മഫ്ഊൽ ഫീഹി അൽ മാളിയ നഅത്ത്. അപ്പൊ ഇതൊക്കെ ലർഫാണ്. നമ്മളിപ്പോ എന്തിനെ കുറിച്ചാ പഠിക്കണത്? ലർഫിനെ കുറിച്ചാണ് ഈ പഠിക്കണത്. അപ്പൊ ഈ പറഞ്ഞതൊക്കെ ലർഫാണ്. ആ അതസ്മഹുലി അൻ അജ്ലിസ അമാമക. അവിടെ എങ്ങനെ മസ്ദർ മുഅവ്വലിനെ കൊണ്ടുവരിക? ആ അതസ്മഹുലി ആ ആ ജുലൂസ് അൽ ജുലൂസ് ജുലൂസ് അമാമക. അമാമക ജലസന്റെ മസ്ദറാണ് ഏത്? ജുലൂസ്. ജുലൂസ്. അപ്പൊ ഞാനായതുകൊണ്ട് അവിടെ എങ്ങനെ പറയണം? ഞാനാണെങ്കിൽ എങ്ങനെ പറയണം? ജുലൂസിന്റെ ശേഷം യാഉൽ മുത്തക്കല്ലിമിനെ കൊടുത്താ മതി. അപ്പൊ എങ്ങനെ പറയാ? അല്ലോ ഒഴിവാക്കുക. ജുലൂസി. എനിക്ക് നിങ്ങൾ അനുവാദം നൽകുമോ? ജുലൂസി ഞാൻ അമാമക്ക എവിടെ? അങ്ങയുടെ മുമ്പില്. അവിടെ ലർഫ് വന്നു. ഏതാ ലർഫ്? അമാമ. അമാമ. അമാമ ലർഫ് മക്കാന. സമാൻ മക്കാന. മക്കാനാണ്. അപ്പൊ അമാമ ലർഫ് സമാൻ മഫ്ഊലു ഫീഹി മുളാഫ് ഖ മുളാഫുൻ ഇലൈഹി. ആര് മഫ്ഊൽ ഫിയ? ജുലൂസ് ഉണ്ട്. അജ്ലിസാനിലെ ജലസ യജ്ലിസു നല്ല വർത്താനോ. അജ്ലിസു അജ്ലിസു അജ്ലിസ. ഒരു 4-ാം തീയതി. ആ വഇന്ന സ്വാഹിബു തീർച്ചയായിട്ടും ആ ഇരിപ്പിടത്തിന്റെ ഉടമസ്ഥൻ തുവിയ കൈദുഹു അവന്റെ പേര് വെട്ടപ്പെട്ടിട്ടുണ്ട്. അൽ ആമൽ മാലിയ കഴിഞ്ഞ വർഷം. തുവിയ കൈദുഹു എന്ന് പറയുന്ന ആ സെന്റൻസിന്റെ സ്പെഷ്യൽ തർക്കീബ് എന്താ? മറ്റേ എന്റെ വാട്സപ്പിൽ ശരിയാണ്. അപ്പൊ ലാമ ലർഫുട്ടോ. അപ്പൊ അധ്യാപക ഇജിലിസ് ഹൈസു ഷിഅ്ത. എടാ ഇജ്ജ് ഉദ്ദേശിക്കുന്നിടത്ത് എന്ത് ചെയ്തോ? ഇരുന്നോ. ഇജിലിസ് ഇജിലിസ് നീ എന്താക്കിക്കോ? ഇരുന്നോ. കൽപ്പനയാണ്. ഇജിലിസ് മലയാളത്തിൽ ഇരുന്നോ എന്ന് പറയാണ്. നീ ഇരുന്നോ. ഐസുഷി ഇത്ത നീ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നീ എന്ത് ചെയ്തോ? ഇരുന്നോ. അപ്പൊ ഐസു ഷിത്ത നീ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത്. അവിടെയും ഒരു ലർഫുണ്ട്. ഏതാ ലർഫ് പറഞ്ഞാട്ടെ? അതെ ലർഫാണ്. ഉദ്ദേശിക്കുന്ന സമയത്ത് നല്ല, പിന്നെ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത്. അപ്പൊ എന്താണ് ലർഫ്? മക്കാൻ. അസുബൈറു. അപ്പൊ സുബൈറു പറയണേ ലാ ഉരീദു. എന്താ അർത്ഥം? പറഞ്ഞ അർത്ഥം? ഞാൻ ഉദ്ദേശിക്കുന്നില്ല.
ഇല്ല. അൻ അജിലിസ ഇരിക്കാൻ. ഞാനിരിക്കും. എവിടെ ഇരിക്കാൻ? തഹ്തൽ ഫാനിന്റെ താഴെ. മിർവഹ ഫാന്, തഹത്ത് പറഞ്ഞ താഴെ. അപ്പൊ എന്താ അർത്ഥം? ഫാനിന്റെ അടിയില്. ഫാനിന്റെ താഴെ ഞാൻ ഇരിക്കാൻ എന്ത് ചെയ്യണില്ല? ഉദ്ദേശിക്കുന്നില്ല. എന്തുകൊണ്ട്? ഫഇന്നദാലിക തീർച്ചയായിട്ടും അത് യളുറുനി അത് എന്നെ പ്രയാസപ്പെടുത്തും. ഫഇന്നദാലിക തീർച്ചയായിട്ടും അത് പറഞ്ഞാൽ ഏത്? ഫാന്റെ ഇരിക്കല്. യളുറുനി അത് എന്നെ പ്രയാസപ്പെടുത്തും. അവിടെ എങ്ങനെ കൊണ്ടുവരിക? ലാ ഉരീദുൽ ജുലൂസ തഹ്തൽ മിർവഹത്തി. അവിടെ ലർഫ് ഏതാ? ലർഫ് ലർഫ് മുളാഫ് മഫ്ഊൽ ആനോഫുല ഉദ്ദേശിക്കില്ല. അൻ അജ്ലിസ ഞാൻ ഇരിക്കാൻ. തഹ്തൽ മിർവഹത്തി ഫാനിന്റെ താഴെ. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഏത്? ആ ഫാനിന്റെ താഴെയുള്ള ആ ഇരുത്തം യളുറുനി അത് എന്നെ പ്രയാസപ്പെടുത്തും. യളുറുനി അറിയില്ല എന്തൊക്കെ ഉണ്ട്? അതുകൊണ്ട് അഫ അജിലിസു ഞാൻ ഇരിക്കട്ടെ. ഖൽഫ ജമാലിൻ ആരെ ബാക്കില്? ജമാലിന്റെ ബാക്കിൽ ഞാൻ ഇരുന്നോട്ടെ. അവിടെ ഏതാ ലർഫ്? ഖൽഫ. ലർഫ് മുളാഫ് മഫ്ഊല് ഫീഹി ജമാലിൻ മുളാഫുൻ ഇലൈഹി. അവൻ മുദരിസു അപ്പൊ അധ്യാപകൻ പറയാണ് ലാ മാനിഅ ലദയ്യ എന്റെ അടുക്കൽ അതിന് യാതൊരു തടസ്സവുമില്ല. ലാ മാനിഅ യാതൊരു തടസ്സവുമില്ല. ലദയ്യ എന്റെ അടുക്കൽ. ലാർഫ് നഫി. എന്താ പറയാ? എന്താണ് ഉണ്ടാക്കണേ? എന്ത് രമ്യാണ്? ആ ലാക്കൊരിപ്പം ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് തഖ്വീമുൽ ലിസാനില്. പിന്നെ ഒരു വർഗത്തെ തന്നെ എന്തായിരുന്നു? ലാമു ജിൻസ് അത് തഅമലു അമല ഇന്നന്റെ അമലിനെ അമൽ ചെയ്യും. തൻസിബുൽ ഇസ്മ വ തർഫഉൽ ഖബറ. അപ്പൊ ലാ ഹർഫ് നഫിയുൽ ജിൻസ് മാനിഅ ഇസ്മുലാ. ലായു ലാന്റെ ഇസ്മും ഫത്തഹിന്റെ മേൽ മബ്നിയിക്കാരം. ലാ മാനിഅൻ എന്ന് പറയില്ല. എങ്ങനെ പറയാ? ലാ മാനിയ.
ഇല്ലാതെ പറയണ്ട. അപ്പൊ എങ്ങനെ പറയാ? ലാ മാനിയ. അത് നമ്മള് ലാ ഹൗല വലാ ഖുവത. ആ ലായൊക്കെ ലാമുൽ നഫിയുൽ ജിൻസാ. ലാ ഹൗല യാതൊരു തെറ്റരുമില്ല, വലാ ഖുവത യാതൊരു ശക്തിയുമില്ല. ജിൻസ് തൻസിബുൽ ഇസ്മാ വ തർഫഉൽ ഖബറ. ലദയ്യ എന്റെ അടുക്കൽ യാതൊരു തടസ്സവും അതിനില്ല. അവിടെ ഒരു തർഫ് വന്നു. എവിടെ തർഫ്? ലദയ്യ. ലദയ്യ. ലദ ലദ ആയിട്ടല്ല. ലദ ലർഫ് മുളാഫ് യാ മുതകല്ലിം മുളാഫുൻ ഇലൈഹി. മുളാഫുൻ ഇലൈഹി. ജമാലുൻ അപ്പൊ നിങ്ങൾ എവിടേക്ക് യാത്ര പോയിരുന്നു? നമ്മുടെ വെക്കേഷനിൽ ഉത്തരത്തു സൈഫ് എന്താ? സമ്മർ വെക്കേഷൻ. ആദിസനത്ത സമ്മർ വെക്കേഷനിൽ എങ്ങോട്ടാണ് നിങ്ങൾ യാത്ര പോയത്? യാ ഉസ്താദു അല്ലയോ ഉസ്താദേ. ഈ കഴിഞ്ഞ സമ്മർ വെക്കേഷനിലേ നിങ്ങൾ എവിടേക്കാണ് യാത്ര പോയത്? ഇപ്പൊ വെക്കേഷൻ കഴിഞ്ഞ ഏത് തുറന്നക്കാണ്? കോളേജ് തുറന്നപ്പോഴുള്ള സംഭാഷണമാണ് ഈ പറയുന്നത്. അപ്പൊ വിദ്യാർത്ഥി ഉസ്താദിനോട് ചോദിക്കും, ഉസ്താദെ 2 മാസം ഒഴിവേനിയല്ലോ, നിങ്ങൾ എവിടേക്കാ പോയിനിയത്? ഐന സാഫർത്ത, നിങ്ങൾ എങ്ങോട്ടാണ് യാത്ര പോയത്? ഫി ഉത്ലത്തി സൈഫി, വേനൽ അവധിയിൽ. ഉത്ലത്തു സൈഫ് പറഞ്ഞാലോ അവധി. അപ്പൊ വേനൽ അവധിയിൽ നിങ്ങൾ എവിടേക്കാ യാത്ര പോയത്? ഹാദിഹി സനത, ഈ വർഷത്തിൽ. അവിടെ ലർഫ് വന്നു. ഏതാ അവിടെ ലർഫ് അറിയോ? സന വർഷം. എന്നാ ചോദിച്ചോക്കുവേ. ലർഫ് സമാന ലർഫ് മക്കാന? സമാന. ഈ വർഷത്തിൽ. വലിയ എഞ്ചിനീയറായിട്ട് യാ ഉസ്താദ് ഉസ്താദെ. അൽ മുദരിസു, അപ്പൊ അധ്യാപകൻ പറയാണ്, ഇലൽ ഫിലിപ്പീനി. ഞാൻ എവിടേക്കാ യാത്ര പോയിനിയത്? ഫിലിപ്പീനിലേക്ക്. ഫിലിപ്പീൻ എന്ന് പറഞ്ഞാൽ ഏതാ? ഫിലിപ്പീൻസ് കേട്ടിട്ടില്ലേ? ഫിലിപ്പൈൻ. വെക്ക് വേണ്ടേ? അപ്പൊ ജമാലുൻ, അപ്പൊ ജമാല് ചോദിക്കാണേ, ഉസ്താദെ അലം തമുറ, നിങ്ങൾ പോയിട്ടില്ലേ, സഞ്ചരിച്ചിട്ടില്ലേ? ബി കൊലാലംപൂറ, എവിടേക്ക്? കോലാലംപൂർ. കോലാലംപൂരിൽ കൂടി നിങ്ങൾ പോയിട്ടില്ലേ? അലം തമുറ, നിങ്ങൾ സഞ്ചരിച്ചിട്ടില്ലേ? മറ യമുറു. അപ്പൊ തമുറ എന്താ അർത്ഥം? അലം തമുറ എവിടേക്ക്? ബി കൊലാലംപൂറ, എവിടേക്ക്? കോലാലംപൂരിലേക്ക്. അറിയണ അതിന്റെ തലസ്ഥാന സിംഗപ്പൂർ. കൊലാലംപൂർ. അലം തമുറ, നിങ്ങൾ സഞ്ചരിച്ചിട്ടില്ല. ഏതാ ഫീല്? മറ യമുറു തമുറു. എന്താ അർത്ഥം? അലം തമുറ
ഉസ്താദങ്ങൾ എന്ത് ചെയ്തിട്ടില്ലേ? സഞ്ചരിച്ചിട്ടില്ലേ? പോയിട്ടില്ലേ? എവിടേക്ക്? ബി കൊലാലംപൂറ. എവിടേക്ക്? കൊലാലംപൂരിലേക്ക്. അവിടെ കണ്ട ബി ബാർഫ് ജാറാണ്. കുവാലംപൂറ എന്ന് പറയുന്നതോ മജ്റൂറും ബിൽ ഫതഹത്തി. അൽ മുദരിസു. അപ്പൊ അധ്യാപകൻ പറയാണേ ബല അതെ പക്ഷേ ഞാൻ ലം അംകുസ് ഞാൻ താമസിച്ചിട്ടില്ല ഫീഹ അവിടെ ത്വവീലൻ ദീർഘകാലം ഞാൻ താമസിച്ചിട്ടില്ല. അവിടെ പറഞ്ഞേക്കാണ്. ആ വക്താണ് ശരിക്കും ലർഫ്. ആ ലർഫിന് നഴത്താണ് ഏത്? അപ്പൊ എന്താ എങ്ങനെ അവിടെ ഉണ്ടാകുക? ലമ്മം കുസ് ഞാൻ താമസിച്ചിട്ടില്ല ആ കൊലാലംപൂരിൽ ഞാൻ എന്താ ദീർഘകാലം സമയം. അപ്പൊ അവിടെ തവീല് ലർഫാണ്. ലർഫ് മഫൂല് ഫീ ആണ് കേട്ടോ. എന്താ ലമ്മം കുസ് ഫീഹാ തവീല. എന്താ സെന്റൻസിന്റെ തർക്കീബ്? എന്താ? ലാക്കിൻ നൂൻ വികായ യാ മുതകല്ലിം ഇസ്മുലാത്ത് ലമ്മർഫ് നഫി ഫീം വജസ്മീം വഖൽബി. ലമ്മർഫ് ജസ്മീൻ വനഫി വഖൽബിൻ. അംകുസ് ഞാൻ താമസിച്ചിട്ടില്ല. ഇങ്ങനെ സങ്കല്പിക്കുമ്പോ ഓക്കെ. ഫിയ ജാർ മജ്റൂർ ത്വവീലൻ ലർഫ് മഫൂൽ ഫീഹി ത്വവീലൻ അംകുസ് അറിഞ്ഞില്ലേ? അതിനെ മഫൂൽ ഫീ ആണ്. ജമാലുൻ. അപ്പൊ ജമാല് ചോദിച്ചു കം ലബിസ്ത സമ്മ യാ ഉസ്താദ്. സുമ്മ അല്ല കേട്ടോ, സമ്മാനാണ്. ദേർ താങ്കൾ താമസിച്ചത്. സമ്മ അവിടെ. യാ ഉസ്താദു ഉസ്താദെ നിങ്ങൾ തോനെ നേരം താമസിച്ചിട്ടില്ല അറിഞ്ഞല്ലോ. നിങ്ങൾ അവിടെ എന്ത് ചെയ്തിക്കണേ? എത്ര നേരം താമസിച്ചു? കം എന്നല്ല, പിന്നെ അർത്ഥം നിങ്ങൾ താമസിച്ചത്. സമ്മ അവിടെ. സുമ്മ എന്നല്ല കേട്ടോ. അർക്കത്തിട്ട് കൊടുത്താൽ പിന്നെ അവിടെ സുമ്മ വായിച്ചോ. സമ്മ അവിടെ. യാ ഉസ്താദ് ഉസ്താദെ. അവിടെയുള്ള ലർഫ് വന്നു. ഏതാ ലർഫ്? സമ്മ. അതിനൊക്കെ ചോട്ടില് വരട്ട് കൊടുത്തോളി. അൽ മുദരിസു. അപ്പൊ അധ്യാപകൻ പറയണേ ലബിസ്തു സമ്മ അവിടെ ഞാൻ താമസിച്ചു. യൗമൻ ഒരു ദിവസം. ഔ ബഅദ യൗമിൻ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ നിന്നുള്ള അല്പം. ഒന്നിരിക്കൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ നിന്നുള്ള അല്പം. ലബിസ്തു ഞാൻ താമസിച്ചു. സമ്മ അവിടെ. യൗമൻ ഒരു ദിവസം. ഔ ബഅദ യൗമിൻ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ നിന്നുള്ള അല്പം. രണ്ട് ലർഫുണ്ട് അവിടെ. ഏതാ രണ്ട് ലർഫ്? ഒന്ന് രണ്ടാമത്തത് ലബിസ്തു ഞാൻ താമസിച്ചു. സബഅ യൗമിൻ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ നിന്നുള്ള അല്പം.
ആ അപ്പൊ ജമാല് പറയും നാട്ടുകാരനാണേ. ഏത് നാട്ടുകാരൻ? എന്റെ ബുക്കില് സമ്മത്താന്നാണ്. ആ സമ്മാനെ വായിക്കുള്ളൂ. സമ്മത്തം തന്നെ ഉണ്ടാക്കും. വായിക്കൽ എങ്ങനെ വായിക്ക? സമ്മത്തന്നുണ്ടാവും. താ ഉച്ചാരണത്തിൽ അതിന്റെ മൂന്നത്തെ സെന്റൻസിൽ സമ്മാന്നുള്ളൂ. താ കൊടുത്തിട്ടില്ല ഉള്ളൂ അല്ലേ? അത് താവ് ഒന്നും കൂടി വിദൂരത കൂടുന്നു തോന്നുന്നുണ്ട്. പറയുമ്പോ അവിടെ സമ്മാ തന്നെ ഉള്ളൂ. പിന്നെ ഇവിടെ വന്നിക്കണത് ഇവിടെ താവുണ്ട്. രണ്ടു ഉപയോഗം. ഇനി സെന്റൻസ് നോക്കിക്കോളി. അപ്പൊ അവിടെ രണ്ട് ലർഫ് വന്നു. ലബിസ്തുന്റെ മഫൂലി ഫീ ആണ് ഏത്? സമ്മ. അപ്പൊ സമ്മയും ലർഫാണ്, യൗമും ലർഫാണ്. പിന്നെ ജമാല് പറയാ ലൗ അറഫ്തു എന്താ അർത്ഥം? ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എന്ത്? അന്നക എന്താ അർത്ഥം? തീർച്ചയായും നീ, താങ്കൾ. താങ്കൾ വരും. ഇലാബലദി എവിടേക്ക്? എന്റെ നാട്ടിലേക്ക്. അപ്പൊ എന്താ അർത്ഥം? നിങ്ങൾ എന്റെ നാട്ടിലേക്ക് വരും എന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ലസ്തഖ്ബൽതുക ഞാൻ നിങ്ങളെ സ്വീകരിക്കുമായിരുന്നു. ഫിൽ മത്താരി എയർപോർട്ടിൽ വെച്ചിട്ട് ഞാൻ നിങ്ങളെ സ്വീകരിക്കുമായിരുന്നു. പക്ഷെ നിങ്ങൾ വന്ന വിവരം ആരും അറിഞ്ഞില്ല. ഞാൻ അറിഞ്ഞില്ല. അപ്പൊ എന്താ അർത്ഥം? ലൗ അറഫ്തു എന്താ അർത്ഥം? ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ. അന്നക ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ. ഞാൻ പറഞ്ഞാൽ ആരാ? ജമാല്. അന്നക തീർച്ചയായിട്ടും താങ്കൾ. ആ താങ്കൾ ആരാ? മുദരിസ്. തീർച്ചയായും താങ്കൾ താങ്കൾ വരുമെന്നറിഞ്ഞിരുന്നുവെങ്കിൽ അപ്പൊ അന്നക തീർച്ചയായിട്ടും നിങ്ങൾ വരും എന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ എവിടേക്ക്? എവിടേക്ക്? എന്റെ നാട്ടിൽ. അപ്പൊ എന്താ അർത്ഥം? നിങ്ങൾ എന്റെ നാട്ടിലേക്ക് വരും എന്ന് ഞാൻ എന്തായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ സ്വീകരിക്കുമായിരുന്നു. ഫിൽ മത്താരി എവിടെ? എയർപോർട്ടിൽ. അവിടെ കണ്ടങ്ങള് ലസ്തഖ്ബൽതു ഇസ്തഖ്ബല യസ്തഖ്ബിലു ഇസ്തഖ്ബൽത ഇസ്തഖ്ബൽതുമാ ഇസ്തഖ്ബൽതും ഇസ്തഖ്ബൽതി ഇസ്തഖ്ബൽതുമാ ഇസ്തഖ്ബൽതി ഇസ്തഖ്ബൽതുന്ന ഇസ്തഖ്ബൽതു ഇസ്തഖ്ബൽന. അപ്പൊ തൂന്ന് പറഞ്ഞാൽ ആരാ? ഞാന്. ലസ്തഖ്ബൽതു ഞാൻ സ്വീകരിക്കുമായിരുന്നു. താങ്കളെ ഫിൽ മത്താരി എന്ന് പറഞ്ഞാൽ ഉസ്താദങ്ങളെ കൊലോലംപൂർ കൂടെ പോണുണ്ട് എന്ന് അറിഞ്ഞിക്കണെങ്കില് ഞാൻ എയർപോർട്ടിൽ വന്ന് നിങ്ങൾ എന്താക്കുമായിരുന്നു? സ്വീകരിക്കുമായിരുന്നു. ഇസ്തഖ്ബൽതുക്കാറിൽ എന്തൊക്കെയുണ്ട്? പിന്നെ നിങ്ങൾ യാത്ര പോയിക്കണോ? ഇലാ സിംഗാപൂറ എവിടേക്ക്? സിംഗപ്പൂരിലേക്ക് യാത്ര പോയിട്ടുണ്ടോ? ഐലൻഡ് കണ്ടോ? ഇലാ സിംഗാപൂറ മജ്റൂറും ബിൽ അൽ മുദരിസു. അപ്പൊ അവിടെ
ഒരൊറ്റ ലർഫും ഇല്ല തോന്നുന്നുണ്ട് അല്ലേ ആ സെന്റൻസില്? ലൗ അറഫ്തു അന്നക തഅതി ഇലാ ബലദി ലസ്തഖ്ബൽതുക ഫിൽ മതാരി. പിന്നെ അവിടെ ഒരു ലർഫുണ്ട്. ഏതാ ലർഫ് പറഞ്ഞാണ് നിങ്ങള്? ഐലൻ ഉറഫ അല്ല സോറി അല്ല സോറി പൊന്നാര അല്ല സോറി മാറിപ്പോയത് സോറി. രണ്ടിന്റെ കൊടുത്തിട്ട് ഒരു ലർഫ് മക്കാൻ അവിടെ ഉണ്ട്. ഒരു ഒരു ലർഫ് സമാനല്ല, ലർഫ് മക്കാൻ. സ്ഥലം ഏതാണ് അവിടെ സ്ഥലത്തെ സൂചിപ്പിക്കണേ? ഫിൽമത്താരി അല്ല മത്താർ ഫിൽമത്താരി. ഫ്ലൈറ്റ് ഇറങ്ങുന്ന സ്ഥലം എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അർത്ഥം ഫ്ലൈറ്റുകൾ വന്നിറങ്ങുന്ന സ്ഥലം മക്കാനാണ്. അസാഫർത്തെ അപ്പൊ ജമാലു അപ്പൊ ജമാല് വീണ്ടും ചോദിക്കാം, ഇതിന്റെ മുമ്പും സിംഗപ്പൂരിലേക്ക് പോയിട്ടില്ല? നിങ്ങൾ യാത്ര പോയിട്ടില്ല? വരുമ്പോ അലം തുസാഫിർ, നിങ്ങൾ യാത്ര ഇതിന്റെ മുമ്പ്. അവിടെ ഒരു ലർഫ് വന്ന്, ഏതാ ലർഫ്? കബിലു. അവിടെ മീൻ കബിലു പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ മുമ്പ്. അപ്പൊ അവിടെ ശരിക്കും എങ്ങനെ ഉണ്ടായിരുന്നു എന്നറിയോ? മിൻ കബിലി ഉണ്ടായിരുന്നു. എന്ത്? അതിന്റെ ഈ അതിന്റെ എന്നുള്ളതാണ് ഈ എന്നിട്ട് അഭിനയാക്കിയേക്കാണ്. ഇതിനെ കളഞ്ഞു, മുലാഫിലൈനെ കളഞ്ഞു. എന്നിട്ട് മുലാഫിലൈന്റെ മേൽ മുസാഫിർ, നിങ്ങൾ യാത്ര പോയിട്ടില്ലേ ഇലിയ സിംഗപ്പൂരിലേക്ക്? മിൻ കബിലു, ഇതിന്റെ മുമ്പ്. അപ്പൊ ലർഫ് കബിലു. അൽ മുദരിസ്, അപ്പൊ അദ്ദേഹം പറയാ ഞാൻ അതെ ലം ഉസാഫിർ, ഞാൻ യാത്ര പോയിട്ടില്ല. ഇലൈഹ, എവിടേക്ക്? ആ സിംഗപ്പൂരിലേക്ക് ഞാൻ പോയിട്ടില്ല. കത്തു, ഒരിക്കലും ഞാൻ എവിടേക്ക് യാത്ര പോയിട്ടില്ല? സിംഗപ്പൂരിലേക്ക് യാത്ര പോയിട്ടില്ല. ലം ഉസാഫിർ എന്താ അർത്ഥം? ഞാൻ പോയിട്ടില്ല, യാത്ര പോയിട്ടില്ല. യാത്ര പോയിട്ടില്ല. ഇലൈഹ, എവിടേക്ക്? സിംഗപ്പൂരിലേക്ക്. കത്തു, ഒരിക്കലും. അതാണ് ലർഫ. ഏതാ ലർഫ്? കത്തു. ലർഫ് സമാനോ ലർഫ് മക്കാനോ? ലർഫ് സമാൻ. അപ്പൊ കബിലു ലർഫ്, കത്തു ലർഫ്. കബിലു എന്നുള്ളത് പിന്നെ ലർഫ് സമാനാണ്. കത്തു എന്നുള്ളതും തന്നെയാണ് ലർഫ്. അവിടെ കേട്ടെ.